നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന് സർക്കാർ നിലപാട്. ഇക്കാര്യം ഹൈക്കോടതിയെ ഇന്ന് അറിയിക്കും. പോലീസ് അന്വേഷണം ശരിയായ വഴിയിലാണെന്നാണ് സർക്കാരിന്റെ അഭിപ്രായം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്നും സിബിഐ അന്വേഷണം വേണമെന്നുമുള്ള ഭാര്യ മഞ്ജുഷയുടെ ഹർജിയിൽ ഇന്ന് വിധി പറയാനിരിക്കെയാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നത്. സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്നും സിബിഐ കൂട്ടിലടച്ച തത്തയാണെന്നും നേരത്തെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതേ അഭിപ്രായമാണ് സർക്കാരും ആവർത്തിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്ന നിലപാടിലാണ് പോലീസ്. എന്നാൽ കേസ് അന്വേഷണം നേരായ ദിശയിലല്ലെന്നും തെളിവുകൾ നശിപ്പിക്കുമെന്നുമായിരുന്നു നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ആരോപണം. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിലും മറ്റു തെളിവുകൾ ശേഖരിക്കുന്നതിലും പോലീസിന്റെ ഭാഗത്തു നിന്നും വൻ വീഴ്ചയുണ്ടായെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. നവീൻ ബാബുവിന്റെ ഫോൺ കോൾ ലിസ്റ്റും പ്രതിയുടെ ഫോൺ രേഖകളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു. CBI അന്വേഷണം എന്ന ആവശ്യത്തെ തുടക്കം തൊട്ട് തന്നെ CPMഉം സർക്കാരും എതിർക്കുന്നത് കേസിൽ പ്രതിയായ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ PP ദിവ്യയ്ക്ക് തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിലാണെന്നാണ് ഉയരുന്ന ആരോപണം. PP ദിവ്യയെ സംരക്ഷിക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രിയും CPIM നേതൃത്വവും ആവർത്തിക്കുമ്പോഴും CBI അന്വേഷണം നഖശിഖാന്തം എതിർക്കുന്നതിന്റെ കാരണമാണ് വ്യക്തമല്ലാത്തത്. ജില്ലാ കളക്ടറുടെ മൊഴി വ്യാജമാണെന്നുള്ള ആരോപണവും CBI വന്നാൽ തെളിയിക്കപ്പെടുമെന്ന ഭയം സർക്കാരിനെയും CPIMനെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് സംശയം. പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ തൃപ്തിയില്ലെന്നാണ് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. നേരത്തെ ഹർജി പരിഗണിച്ച വേളയിൽ ഹൈക്കോടതിയും നവീൻ ബാബു കേസിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഇതോടെയാണ് നീക്കങ്ങൾ ഏറെ ജാഗ്രതയോടെയാകണമെന്ന് സർക്കാരും CPMഉം ഈ കേസിൽ കൈക്കൊണ്ടിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് പാർട്ടി എന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. എന്നാൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്നുള്ള CPIMന്റെയും സർക്കാരിന്റെയും ആവശ്യങ്ങളിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. മരിക്കുന്നതിന് മുമ്പുള്ള മണിക്കൂറുകളിൽ നവീൻ ബാബുവിന് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ലെന്ന് കുടുംബം പറഞ്ഞു. അതേസമയം ഹർജി തീർപ്പാക്കുന്നതുവരെ അന്തിമ റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിക്കുന്നത് തടയണമെന്ന കുടുംബത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചുമില്ല. അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. ഇതിനിടയിൽ കെട്ടിപ്പൊക്കിയ കുറച്ച് സാക്ഷികളും മൊഴികളും ഉയർന്നു വന്നിരുന്നു. ADMന്റെ മരണത്തെ തുടർന്ന് ആരോഗ്യ വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു ഉയർന്നിരുന്നത്. സർക്കാർ സർവീസിലിരിക്കുന്ന പ്രശാന്തിന് എങ്ങനെയാണ് പെട്രോൾ പമ്പ് അപേക്ഷ നൽകാൻ സാധിക്കുക? പ്രശാന്തിനെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ട് തുടങ്ങിയ ചോദ്യങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജും അഭിമുഖീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രശാന്തിനെതിരെ അന്വേഷണം നടക്കുന്നതും ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നടപടിയെടുക്കുന്നതും. ADMന്റെ മരണത്തിൽ സർക്കാർ അന്വേഷണം പ്രഹസനമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. വ്യാജരേഖ ഉണ്ടാക്കിയ ആൾക്കെതിരെ അടക്കം അന്വേഷണമില്ല, എല്ലാത്തിലും ഒളിച്ചുകളിയാണ്. കൊലപാതകമെന്ന കുടുംബത്തിന്റെ സംശയം ഞെട്ടിപ്പിക്കുന്നതാണ്. തുടക്കം മുതൽ നവീനെ കൈക്കൂലിക്കാരനാക്കാനാണ് സർക്കാരിന്റെ തിടുക്കം. പിന്നിൽ വലിയ ദുരൂഹതകളുണ്ട്, വലിയ സാമ്പത്തിക ബിനാമി ഇടപാടുകൾ ഉണ്ടെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ പക്ഷം. ആരൊക്കെ എന്തൊക്കെ അഭിപ്രായം പറഞ്ഞാലും രക്ഷപ്പെടേണ്ടവരെയൊക്കെ ഇരകൾക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് സർക്കാർ സംരക്ഷിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത.